كل وصحابة أجمعين. اللهم اغفر لي ولأستاذي ولمصنف هذا الكتاب. നമ്മൾ കഴിഞ്ഞ ആഴ്ച അക്കീദയാണ് ചർച്ച ചെയ്തത് അല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതിൽ നമ്മൾ കുറച്ച് സിഫാത്തുകൾ പറഞ്ഞു അള്ളാൻ്റെ. അപ്പോൾ ഇന്നതിൻ്റെ ബാക്കിയാണ് ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തസവുഫ് ഓതാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് എവിടെയായിരുന്നു ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? എന്തായിരുന്നു പറഞ്ഞു വെച്ചത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണ് ചർച്ച ചെയ്തത് അല്ലേ? അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ. അള്ളാഹിൻ്റെ സിഫാത്തുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശേഷണങ്ങൾ, അവനിക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട വിശേഷണങ്ങൾ. അത് നമ്മൾ കുറേ എണ്ണം ചർച്ച ചെയ്തു. ഇനി ബാക്കി കുറച്ചെണ്ണം കൂടി ഉണ്ട്, അതിന് നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അള്ളാഹു പണ്ടേ ഉള്ളവനാണ്, തുടക്കമില്ല, അവനിക്ക് ഒടുക്കമില്ല. അവൻ സർവ്വ സൃഷ്ടികളോടും വ്യതിരിക്തനാവുന്നതാണ്, ഒന്നിനോടും യോജിക്കുന്നതല്ല, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അതുപോലെ അവന് സ്വയം മൗജൂദാണ്, വേറെ ആരും കൊടുത്തിട്ട് അവൻ്റെ ഉണ്മ ഉണ്ടായതല്ല. പിന്നെ അവൻ ഹയ്യാണ്, അവൻ എന്തുദ്ദേശിക്കാൻ കഴിയും, എന്തിനെ പറ്റി അറിവുണ്ട്, ഖനിയാണ്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് ഇതിൽ 8ാമത്തെ വരി കാണുന്നില്ലേ? ആരെങ്കിലും ഒരാൾ വായിച്ചോളെ 8ാമത്തെ വരി. സ്ക്രീൻ കാണുന്നില്ലേ? ഹമീദ്ക്ക വായിച്ചോളി, അല്ലെങ്കിൽ അസ്ബീർക്ക്, അല്ലെങ്കിൽ ബഷീർക്ക. ആരാ വായിക്കുന്നേ? ആരും വായിക്കുന്നില്ലേ? അസ്ബീർക്ക് വായിക്കി, ആ വരി വായിക്കി, 8ാമത്തെ വരി. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സമീഉനിൽ ബസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിമു. അള്ളാഹുവിന് 7 സിഫത്തുകളുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ കുറച്ച് സിഫത്തുകളൂടെ ബാക്കിയുണ്ട്. അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. സമീഉൻ, അള്ളാഹു തആല കേൾക്കുന്നവനാണ്. അള്ളാഹു കേൾക്കുന്നതെന്ന് പറയുമ്പോൾ അള്ളാഹു കേൾക്കുന്നത്, നമ്മൾ കേൾക്കുന്നത് ചെവി മുഖേനയാണ് അല്ലേ? ചെവി ഉള്ളത് കൊണ്ട് നമ്മൾ കേൾക്കുന്നു. ചെവിക്ക് തകരാറ് വന്നാൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ഉപകരണത്തിൻ്റെയോ ഒരു അവയവത്തിൻ്റെയോ മറ്റോ സഹായം കൂടിയിട്ടല്ല. അപ്പോൾ സമീഉൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നല്ലവണ്ണം കേൾക്കുന്നവനാണ്, ഏത് അനക്കവും അറിയാൻ കഴിയുന്നതാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അത് തന്നെ ഒരു വാസിത്ത കൂടിയിട്ടല്ല, ഒരു നമ്മളൊക്കെ അവലംബിക്കുന്ന ഒരു മാർഗമാണ് ചെവി എന്ന് പറയുന്നത്. അതുപോലെ അള്ളാഹുവിന് ഒരു മാർഗത്തെ അവലംബിക്കാതെ തന്നെ സ്വയം തന്നെ അവൻ്റെ ദാത്തിൽ നിലകൊള്ളുന്ന അവൻ്റെ വിശേഷണമാണ് സമഅ് എന്ന് പറയുന്നത്, അഥവാ കേൾക്കൽ എന്ന് പറയുന്നത്. അത് നമ്മളിൽ നിന്ന് വ്യതിരിക്തമാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ കേൾവി, മനുഷ്യൻ്റെ കേൾവി, മറ്റു ജീവജാലങ്ങളുടെ കേൾവി എന്ന് പറയുന്നത് അത് മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട്, ചെവി മാർഗമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു അങ്ങനെയല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അൽ ബസീറു എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ അള്ളാഹു തആല എല്ലാം കാണുന്നവനാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അപ്പോൾ ഹൃദയത്തിലുള്ളത് കാണാൻ കഴിയുന്നവനാണ് അള്ളാഹു. അവൻ നമ്മുടെ ബാഹ്യകോലങ്ങളിലേക്കും മറ്റുമല്ല നോക്കുന്നത്, അവൻ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
അപ്പൊ അള്ളാഹുവിന്റെ കാഴ്ച എന്ന് പറയുന്നത് അത് കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല. അള്ളാഹുവിന് കണ്ണുണ്ടാവാൻ പാടില്ല, കാരണം സൃഷ്ടികളോട് അപ്പൊ സാദൃശ്യം വരും. അള്ളാഹുവിന് ചെവി ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടും. അപ്പോ അള്ളാഹുവിന്റെ കാണലും അള്ളാഹുവിന്റെ കേൾക്കലും അള്ളാഹുവിന് കാണാൻ കഴിയാത്തതായിട്ടും അള്ളാഹുവിന് കേൾക്കാൻ കഴിയാത്തതായിട്ടും ഒന്നുമില്ല. കാണാൻ കഴിയുന്ന ഒരു വസ്തുവും അള്ളാഹുവിന് കാണാത്തതായിട്ടില്ല. ഹൃദയത്തിനുള്ളിലുള്ള നമ്മുടെ ചിന്തകൾ പോലും അള്ളാഹുവിന് കാണാൻ കഴിയും, അവൻ അറിയാൻ കഴിയും. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന് കേൾവി, കാഴ്ച എന്നൊക്കെ പറയുന്നത് അവന്റെ ദാത്തിന്റെ വിശേഷണങ്ങളാണ്. അത്തരത്തിലുള്ള വിശേഷണങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത്. അള്ളാഹുവിന്റെ സത്തയുടെ, അവന്റെ ദാത്തിന്റെ വിശേഷണങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് പറയുന്നത്. അപ്പോൾ അള്ളാഹു കേൾക്കുന്നവനാണ്. അല്ല എന്ന് പറയുമ്പോൾ കേൾവി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരു നഖ്സാണ്, ഒരു ന്യൂനതയാണ്. അത് അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവില്ല. ബസീർ എന്ന് പറയുന്നത് ബസറിന്റെ ഓപ്പോസിറ്റ്, കാഴ്ച എന്നതിന്റെ ഓപ്പോസിറ്റ് കണ്ണ് കാണാത്തവൻ എന്നാണ്. അതൊരിക്കലും അള്ളാഹുവിന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ഈ രണ്ട് വിശേഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞത്. വഹുവ സമീഉൽ ബസീർ എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ നല്ലവണ്ണം കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. വൽ മുത്തക്കല്ലിമു, അള്ളാഹു സംസാരിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ സംസാരം എന്ന് പറയുമ്പോൾ അത് കുറച്ച് വിശദീകരിക്കാനുണ്ട്. അള്ളാഹു സംസാരിക്കുന്നവനാണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മളെപ്പോലെ സംസാരിക്കും എന്നല്ല. നമ്മുടെ സംസാരം അത് നാവ് കൊണ്ടുള്ള സംസാരമാണ്, അല്ലേ? നമ്മുടെ സംസാരം നാവ് കൊണ്ടുള്ള സംസാരമാണ്. നാവില്ലാതെ നമുക്ക് സംസാരിക്കാൻ കഴിയോ? ഒരാളെ നാവ് മുറിഞ്ഞു പോയി, അയാൾക്ക് ശബ്ദം ഉണ്ടാക്കാനുള്ള ശക്തി ക്ഷയിച്ചു പോയി. അത്തരം ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യനിക്ക് സംസാരിക്കാൻ കഴിയോ? ഇല്ല. അപ്പോ കാരണം എന്താ? മനുഷ്യൻ അവന്റെ അള്ളാഹു നൽകിയ നാവും അതുപോലെ തന്നെയുള്ള ഓരോ അവയവങ്ങൾ, ഓരോ മാർഗങ്ങൾ അവലംബിച്ചു കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത്, അവൻ കാണുന്നത്. അള്ളാഹുവിന് അങ്ങനെ നാവോ വായയോ മനുഷ്യൻ സങ്കല്പിക്കുന്ന ഒരു വസ്തുവും അള്ളാഹുവിനില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് അവൻ സംസാരിക്കുന്നത്, എങ്ങനെയാണ് അവൻ കാണുന്നത്, എങ്ങനെയാണ് അവൻ കേൾക്കുന്നത്, അള്ളാഹു ആയാലും നമുക്കറിയില്ല. മനസ്സിലായില്ലേ? അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം അള്ളാഹുവിന്റെ കേൾവി എങ്ങനെയാണ്, അള്ളാഹുവിന്റെ കാഴ്ച എങ്ങനെയാണ് എന്ന് അവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ രൂപം അറിയില്ല. ഏത് രൂപത്തിലാണ് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതേസമയത്ത് അവൻ കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. വൽ മുത്തക്കല്ലിമു, അവൻ സംസാരിക്കുന്നവനുമാണ്. അള്ളാഹു തആല മൂസാ നബിയോട് സംസാരിച്ചിട്ടുണ്ട്, അല്ലേ? സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു കേട്ടതിന്റെ ഉദാഹരണമാണ് മുജാദല സൂറത്തിന്റെ തുടക്കം. ആർക്കാണ് ഓർമ്മ ഉള്ളത്? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ. ആയത്ത് തുടങ്ങുന്നത് തന്നെ അള്ളാഹു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അള്ളാഹു തആല കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. ഇന്നല്ലാഹ ഹുവ സമീഉൽ ബസീർ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കുന്ന കഥ നമ്മളിപ്പോ പറഞ്ഞത്. മൂസാ നബിയോട് അള്ളാഹു തആല സംസാരിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വകല്ലമല്ലാഹു മൂസാ തക്ലീമ. അപ്പോൾ മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ സംസാരം, അപ്പോൾ അള്ളാഹുവിന് സംസാരമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് പോലെയുള്ള സംസാരം ഒരിക്കലും അള്ളാഹുവിനാവാൻ പാടില്ല. കാരണം അള്ളാഹു സൃഷ്ടികളോട് യോജിക്കുന്നവനായാൽ പിന്നെ തീർന്ന്, അതോടുകൂടി അള്ളാഹു എന്ന് പറയുന്ന നമ്മുടെ മുഴുവൻ ഇതുവരെ പറഞ്ഞു വെച്ചതും ബാത്തിലായി. അപ്പൊ അള്ളാഹു ഒരിക്കലും മനുഷ്യൻ സംസാരിക്കുന്നത് പോലെയല്ല സംസാരിക്കുന്നത്. അത് ഒരു മാർഗം അവലംബിച്ചുകൊണ്ടല്ല അള്ളാഹു സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അതിന്റെ രൂപം? അത് നമുക്ക് അറിയില്ല എന്നതാണ് അതിന്റെ ഉത്തരം. മനുഷ്യൻ ഉത്തരം മുട്ടുന്ന സ്ഥലമാണിത്. എങ്ങനെയാണത്? അറിയില്ല. കാരണം അത് അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നാലല്ലേ നമുക്ക്. ഇപ്പോ എൻ്റെ പേര് സിനാൻ നൂറാനി എന്നാണ്. സിനാൻ നൂറാനി പിന്നെ ദിവസം എത്ര നേരം ഭക്ഷണം കഴിക്കലുണ്ട്, അല്ലെങ്കിൽ സിനാൻ നൂറാനി ഇഷ്ടമുള്ള ഭക്ഷണം ഏതൊക്കെയാണ് എന്ന് നമുക്കറിയണമെങ്കിൽ ആദ്യം സിനാൻ നൂറാനിനെ അറിയണ്ടേ?
അള്ളാഹു എന്താണെന്ന് പൂർണ്ണമായി അറിയുന്നവരാരുള്ളത് നമ്മുടെ കൂട്ടത്തില്? അള്ളാഹുവിന്റെ സ്വത്വത്തെ കുറിച്ച് ഒരു ഐഡിയ ഉള്ള ആളാരുള്ളത്? ആരുമില്ല. അപ്പൊ പിന്നെ അവന്റെ മറ്റൊരു വിശേഷണം, എന്റെ ഭക്ഷണം കഴിക്കല്, എന്റെ എന്ന് തുടങ്ങിയിട്ടുള്ള എന്റെ മറ്റു വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ ഏതാണ് എന്ന് എന്നെ കറക്റ്റ് കാണാൻ കഴിയണ്ടേ? എന്നാലല്ലേ എന്റെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോ അതേ സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? കേൾവിയുണ്ട്, അള്ളാഹുവിന് ഉണ്ട്. കാരണം അള്ളാഹ് തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഹുവ സമീഉൽ ബസീർ. കാഴ്ചയുണ്ട് അള്ളാഹുവിന്, അതെ, വഹുവ സമീഉൽ ബസീർ. അള്ളാഹു നല്ലോണം കാണുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് സംസാരമുണ്ടോ? ഉണ്ട്. കല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസാ നബിയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ കേൾവി, എങ്ങനെയാണ് അള്ളാഹുവിന്റെ കാഴ്ച, എങ്ങനെയാണ് അള്ളാഹുവിന്റെ സംസാരം? അത് നമുക്കറിയാം. അത് നമ്മുടെ പോലെയോ ഒരു മാർഗം അവലംബിച്ചുകൊണ്ടോ അല്ല. കാരണം അള്ളാഹു ഒന്നിലേക്കും ആവശ്യമുള്ളവനല്ല. അവൻ നാവ് കൊണ്ട് സംസാരിക്കുകയും കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ അവന് ചെവിയിലേക്കും കണ്ണിലേക്കും കാതിലേക്കും ആവശ്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതില്ലാതെ അവനിക്ക് കേൾക്കാൻ കഴിയില്ല എന്നാണ്. ആ അവസ്ഥ അള്ളാഹുവിന് ഉണ്ടാവൂല എന്നത് ബുദ്ധിപരമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറയുന്നത്? അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു കാണുന്നു, അള്ളാഹു സംസാരിക്കുന്നു. അള്ളാഹുവിന്റെ ദാത്തിലുള്ള സിഫത്താണ് സംസാരം എന്ന് പറയുന്നത്. അതിന്റെ രൂപം നമുക്കറിയില്ല. അതിൽ കൂടുതലായിട്ട് നമ്മൾ ഇറങ്ങി ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. മുനസ്സഹത്തുൻ അനി തഖദ്ദുമി വത്തഅഖുരി മുനാഫിയത്തുൻ ലിസ്സുകൂതി വഅദമിൽ കലാം. നമ്മുടെ സംസാരം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി മനസ്സിലാക്കിക്കോളി. നമ്മുടെ സംസാരം എന്ന് പറയുമ്പോൾ സംസാരം എന്ന് പറയുന്ന ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ സംസാരം മൂന്ന് സമയത്തെ മൂന്ന് കഷ്ണമായിട്ടാണ് സംഭവിക്കുന്നത്. മൂന്ന് സമയത്തിന്റെ മൂന്ന് പാർട്ടുകളിലായിട്ടാണ്. സെക്കൻഡ് എന്നോ മൈക്രോ സെക്കൻഡ് എന്ന് എന്ത് പേര് വിളിച്ചാലും. അപ്പം ഘട്ടം ഘട്ടമായിട്ടാണ് മനുഷ്യന്മാരെ സംസാരം ഉണ്ടാവുക. അള്ളാഹിന്റെ സംസാരം അങ്ങനെ ആവാനും പാടില്ല. അപ്പൊ മനുഷ്യന്മാരെ പോലത്തെ സംസാരമല്ല അള്ളാഹുവിന്റെ സംസാരം എന്നും മനസ്സിലായി. കാരണം അള്ളാഹുവിന്റെ സംസാരം ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് സമയവുമായി ബന്ധപ്പെട്ട് ബന്ധിതമായിട്ട് നിൽക്കുന്ന ഒരു സംസാരമല്ല. അള്ളാഹു സംസാരിക്കുക എന്ന് പറഞ്ഞാല് അപ്പൊ എന്താണ് അതിന്റെ രൂപം? അത് നമുക്കറിയില്ല. അത് നമുക്ക് അറിയില്ല. എന്തുകൊണ്ട് അറിയില്ല? അത് നമുക്ക് അള്ളാഹ് പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് അള്ളാഹ് എന്താണ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിന് അവന്റെ സംസാരം മനസ്സിലാവാൻ എന്നാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പോണം. പിന്നെ എന്തെങ്കിലും കേട്ടിട്ട് ഇഷ്കാലാവരുത്. എന്തേലും ഡൗട്ട് ഉണ്ട് ഇപ്പൊ ചോദിച്ചോളി. ഓക്കെ. ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ആ ഉം അറിയില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു രേഖയും കിട്ടിയിട്ടില്ല. അള്ളാഹുവിനെ സ്വപ്നം കണ്ടു എന്നതിന്റെ കൃത്യമായിട്ടൊരു രേഖ, അതെങ്ങനെയാണെന്ന് ഒരാൾ വിശദീകരിച്ചു തന്ന രേഖ നമ്മുടെ കയ്യിലില്ല. ചില സൂഫിയാക്കളുടെ സ്വപ്ന ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ചില രൂപങ്ങളൊക്കെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവിനെ അമ്രതിന്റെ രൂപത്തിൽ കണ്ടു എന്ന് ഏതൊരു സൂഫി പറഞ്ഞ ഒരു വാചകം ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. അത് പിന്നെ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ കണ്ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് എന്നുള്ളത്. അപ്പൊ മൂസാ നബി കേട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ കേട്ടിട്ടുണ്ടാവും? മൂസാ നബിക്ക് ഒരു ശബ്ദമല്ലേ കേൾക്കാൻ കഴിയുള്ളൂ, ചെവിയല്ലേ ഉള്ളത് എന്ന് പറയുന്ന സമയത്ത് അവിടെ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അത് അള്ളാഹു താല ഒരു സൃഷ്ടിപ്പ് നടത്തും. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ റാത്തിലുള്ള സംസാരം എന്ന് പറയുന്നത് സമയവുമായി ബന്ധപ്പെട്ടതല്ല. അതിങ്ങനെ എന്താ പറയാ, നമ്മൾ കേൾക്കുന്ന ശബ്ദം പോലത്തെ ശബ്ദം അല്ല. നമ്മൾ മനുഷ്യൻ ചിന്തിക്കുന്ന ഒന്നുമല്ല പടച്ചോന്റെ സംസാരം എന്ന് പറയുന്നത്. നമുക്ക് സംസാരത്തെ ഏതൊക്കെ രൂപത്തിൽ മനസ്സിലാക്കുക അതൊന്നുമല്ല. പിന്നെ എങ്ങനെയാ ഈ മൂസാ നബി കേട്ടത്? ഒന്ന് അള്ളാഹു അലം. രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്, അത് അള്ളാഹു തആല ഒരു സാധ്യത പറഞ്ഞതാണ്. മുഫസ്സിരീങ്ങൾ ഖണ്ഡിതമായി പറഞ്ഞതല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ഒരു ശബ്ദത്തെ ഹൽക്ക് ചെയ്തു കൊടുത്ത് അത് കേട്ടതാവാം. അള്ളാഹുവിന് ശബ്ദത്തെ നിർമ്മിക്കാൻ അള്ളാഹുവിന് സാധിക്കും, ഹൽക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോ എനിക്ക് ഞാന് ഒരു എന്താ പറയാ, ഞാൻ സംസാരിക്കുന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഒരു ദഫ്
ദഫിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിന്റെ സൗണ്ട് എനിക്ക് ഓണാക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് നിർമ്മിക്കാൻ കഴിയും. ആ രൂപത്തിൽ അള്ളാഹു ഒരു ശബ്ദത്തെ ഹൽക്ക് ചെയ്ത് കൊടുത്ത് അതാണ് സംസാരം. ആ ഒരു സംസാരമാണോ മൂസാ നബി കേട്ടത്? അതായിരിക്കാം. അല്ല എന്ന് അതാണോ ഉറപ്പിക്കാൻ പറ്റുമോ? അതുമില്ല. ഏതായാലും അള്ളാഹുവിന് ഏതായാലും ഞാനിപ്പോ പറയുമ്പോ നിങ്ങൾ കേൾക്കുന്നില്ലേ, അതുപോലെയുള്ള ശബ്ദമോ അതുപോലെയുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള സംസാരമോ ഈ പറയുന്ന നാവ് പോലെയുള്ള വല്ല ഉപകരണമോ അള്ളാഹുവിനില്ല. ഈ പറഞ്ഞ ഒന്നും അള്ളാഹുവിന് ഇല്ല. കാരണം അവന് സൃഷ്ടികളോട് കംപ്ലീറ്റ് മാറ്റമുള്ളവനാണ്. അവൻ ഈ രൂപത്തിൽ ഒന്നിനോടും ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്, സംസാരം, കേൾവി, കാത്, ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ ഹാദിസുകളാണ്. ഞാൻ ഇപ്പൊ സംസാരിക്കുമ്പോഴാണ് ഈ ശബ്ദം വരുന്നത്. അതിപ്പോ ഉണ്ടാവുന്നതാണ്. അള്ളാഹുവിന്റെ ദാത്തിൽ അങ്ങനെ ഇപ്പൊ ഉണ്ടാവുന്ന ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സംസാരിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അതവന്റെ സിഫത്തുൻ ഖായിമത്തുൻ ബിദാത്തിഹി, അവന്റെ ദാത്തിൽ നിലനിൽക്കുന്ന ഒരു വിശേഷണമാണത്. സിഫത്തുൻ അസലിയത്തുൻ ഖായിമത്തുൻ ബിദാത്തിഹി മുനസ്സഹത്തുൻ അനി തഖദ്ദുമി വത്തഅഖുരി. ഇതിനെ പറ്റി അയിമത്ത് പറഞ്ഞത് എന്താ? ഇതിനെ കൂടുതലായിട്ട് മക്കള് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണ്ട, ചിന്തിച്ചിട്ട് തല പുണ്ണാവണ്ട, അധികമായി ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയൂല. ഇതില് നമുക്ക് വേറെ തന്നെ ഒരുപാട് സാധനങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ഇത് കൂടുതലായിട്ട് അള്ള എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതിനെ പറ്റി, അള്ള എങ്ങനെ കാണുന്നു, അള്ള എന്ത് ചെയ്യും, എങ്ങനെയെന്ന് പറയണമെങ്കിൽ ആര് എന്നുള്ള ആദ്യം മനസ്സിലാവണ്ടേ? അത് നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കാൻ കഴിയുകയുമില്ല എന്നതാണ് അതിന്റെ മറുപടി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ടോ? കണ്ടു എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലുള്ള ദർശനം എന്ന് പറയുന്നത് അത് ഏതവസ്ഥയിലാണ് അവർ പറഞ്ഞത്, ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? സൂഫിയാക്കൾ പലതും പറയും, അവരുടെ ഉദ്ദേശം കൂടി മനസ്സിലാക്കണം. അപ്പോ അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ ദാത്ത് അതുപോലെ തന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്ന, അള്ളാഹുവിന് ഇതുപോലത്തെ ഒരു ജഡ ഉണ്ടാവാൻ പറ്റൂല. അള്ളാഹുവിന് എന്റെ ഈ ഒരു രൂപം, എന്റെ ഈ ഒരു ശരീരം, ഇതുപോലെയുള്ള ഒരു ജസദല്ല അള്ളാഹു, ഒരിക്കലുമല്ല. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ എന്താണ് പിന്നെ അറിയില്ല. കാരണം ഇങ്ങനെ ആവാൻ എന്തായാലും അള്ളാഹു പറ്റൂല എന്നതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. മനസ്സിലായോ? ഇനി നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് സിഫാത്തുകളാണ്. ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതദിമു. അള്ളാഹുവിനുള്ള ഇനി 7 സിഫാത്തുൽ മആനിയാണ് ഇനി പറയുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ദാത്തിന്റെ സിഫാത്തുകളാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ദാത്തിനെ പറ്റിയിട്ടുള്ള വിശേഷമാണ് അവൻ സംസാരിക്കുന്നവനാവുക, അവൻ കേൾക്കുന്നവനാവുക, അവൻ കാണുന്നവനാകുക എന്നൊക്കെ ഉള്ളത് ആ ദാത്തിനെ പറ്റിയിട്ടാണ്, ദാത്തിന്റെ സിഫാത്തുകൾ നമ്മൾ പറഞ്ഞത്. ഇനി പറയുന്നത് ആ ദാത്തിലുള്ളതായ മഅനകളാണ് ഇനി നമ്മൾ പറയുന്നത്. ഖുദ്റത്ത്, ഇറാദത്ത്, സമഅ്, കേൾവി, കാഴ്ച, ഇതൊക്കെ ഒരു ആശയാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാല് സമീഅ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവനാവുക എന്നത് അള്ളാഹുവിന്റെ ദാത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. സമഅ് എന്ന് പറയുന്നതോ കേൾവി എന്ന് പറയുന്നതോ അത് അള്ളാഹുവിന്റെ ഒരു വിശേഷണാണ്, സിഫത്താണ്. അത് ദാത്തിന്റെ സിഫത്തല്ല. ദാത്തിന്റെ സിഫത്ത്, ദാത്തിയ സിഫത്ത് എന്ന് പറഞ്ഞ മുത്തകല്ലി സമീഅ ആവുക, കേൾക്കുന്നവനാവുക. കേൾക്കൽ എന്ന് പറയുന്ന ആശയത്തെയാണ് ഇനി പറയുന്നത്. അങ്ങനത്തെ കുറച്ച് സിഫത്തുകളാണ് ഇനി പറയുന്നത്. അത് 7 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഫഖുദ്റത്തുൻ, ഇറാദത്തുൻ, സമഉൻ, ബസർ. ഖുദ്റത്ത്, ഒന്നാമത്തത് ഖുദ്റത്ത്. രണ്ടാമത്തത് ഇറാദത്ത്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുണ്ടാവുക എന്നുള്ളത്. മുത്തലഖുൽ ഖുദ്റത്ത്, അള്ളാഹുവിന് എന്തിനും സാധിക്കും, മുഹാലല്ലാത്ത കാര്യങ്ങൾക്ക്. 2 ഇറാദത്ത്. മുഹാലായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഞാൻ ഒരേ സമയം നിൽക്കുന്നവനും ഇരിക്കുന്നവനും ആവാൻ അള്ളാഹുവിന് കഴിയോ? അത് നടക്കുന്നൊരു കാര്യമല്ല, അതൊരു വിഡ്ഢിത്താണ് ആ ചോദിക്കുന്നത്. ഒരേ സമയത്ത് ഇതേ സ്ഥലത്ത് നിൽക്കുന്നവൻ ഇരിക്കുന്നവനാവുക എന്ന് പറയുന്നത് ഒരു വിഡ്ഢിത്താണ്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാത്ത, മുഹാലുകളല്ലാത്ത, ഒരേ സമയം അമേരിക്കയിലും ഇന്ത്യയിലും ആവുക എന്നുള്ളത് അതെങ്ങനെ സംഭവിക്കാം? അതേ അമേരിക്കയിലുള്ള അതേ അമേരിക്ക ഒരേ സമയത്ത് ഇന്ത്യയിലും അമേരിക്കയിലും ഉണ്ടാവുക എന്ന് പറയുന്നത് സംഭവിക്കുമോ? അതില്ല. അത് കഴിയൂല എന്ന് വെച്ചാൽ ആ ചോദ്യം വിഡ്ഢിത്താണെന്ന് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു.
അതല്ലാത്ത എന്ത് കാര്യത്തിനും അള്ളാഹുവിന് കഴിവുണ്ട്. ആ കഴിവിനെയാണ് നമ്മൾ കുദ്റത്ത് എന്ന് പറയുന്നത്. ആ കഴിവ് ഒരാളും പടച്ചവന് കൊടുത്തതല്ല. നമ്മുടെ ഏത് കഴിവാണെങ്കിലും അതെല്ലാം ഓരോ നിമിഷവും അള്ളാഹ് നമുക്കിങ്ങനെ തരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഏതുപോലെ ഒരു സ്വിച്ച് ഇട്ടിട്ട് ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. അത് ഓരോ നിമിഷവും നമ്മൾ ആ കറണ്ട് ഓൺ ആക്കി വെച്ചത് കൊണ്ടാണ്. ഒരു നിമിഷം കറണ്ട് നിന്നാൽ ആ സ്വിച്ച് ഓഫ് ആവും. എന്നതുപോലെയാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹുവിന്റെ പ്രകാശം അങ്ങനെയല്ല. ഫഖുദ്റത്തുൻ ഇറാദത്തുൻ, ഇറാദത്താണ് അടുത്ത വിശേഷണം. അള്ളാഹുവിന് ഈ പറഞ്ഞ ഇതിനൊക്കെ കഴിവുണ്ട്. ഇതിനെ എന്തിനെ ഉദ്ദേശിക്കാനും കഴിയും അള്ളാഹുവിന്, മുഹാലായ കാര്യങ്ങളൊഴികെ ഉദ്ദേശിക്കുകയും ചെയ്യും. ഇനി പിന്നെന്താ? സംഉൻ, അവനിക്ക് സംഉ ഉണ്ട്. സംഉൻ, അവനിക്ക് കേൾവിയുമുണ്ട്. ബസർ, കാഴ്ചയും ഉണ്ട്. കാരണം അല്ലാഹു തആല ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, അതേ ഭർത്താവിനോട് തുജാദിലുക, ഭർത്താവിന്റെ വിഷയത്തിൽ അങ്ങയോട് തർക്കിച്ച പെണ്ണിന്റെ വാക്ക് അല്ലാഹു കേട്ടിട്ടുണ്ട് എന്നാണ് ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ ആ കേൾവി എന്ന് പറയുന്ന അള്ളാഹുവിന് ഉണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ മനസ്സിലായി. ബസർ ഉണ്ട് എന്ന്, കാഴ്ച ഉണ്ട് എന്ന് മനസ്സിലായി. കാരണം അള്ളാഹു അവനെ പറ്റിയിട്ട് തന്നെ ബസീർ എന്നുള്ളത് അനേകം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഹയാത്തുൻ, പിന്നെ അവന്റെ വിശേഷണമാണ് ഹയാത്തുൻ, അവനിക്ക് ജീവിതം ഉണ്ട് എന്നുള്ളത്. നേരത്തെ നമ്മൾ ഹയ്യ് എന്ന് പറഞ്ഞേ, അതിന്റെ മഅനയാണ് നമ്മളിപ്പോ പറയുന്നത്. ഹയാത്ത് എന്നുള്ള സിഫത്തുണ്ട്. അൽ ഇൽമ്, അറിവ് എന്ന് പറയുന്ന വിശേഷണമുണ്ട്. കലാമുൻ, സംസാരം എന്ന് പറയുന്ന വിശേഷണമുണ്ട്. ഇസ്തമർ, അത് അത് നിലനിൽക്കുന്നു, എക്കാലവും നിലനിൽക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ദാത്തിൽ നിൽക്കുന്ന വിശേഷണങ്ങളാണ്. ഇതൊരിക്കലും പോകൂല. ഇനി അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞതില് വിഷയം മനസ്സിലായില്ലേ? എന്തുകൊണ്ട് ഇത് റിപ്പീറ്റേഷൻ അല്ല, ഒന്ന് അവന്റെ ദാത്തിനെ പറ്റിയുള്ള വിശേഷണങ്ങളാണ്, ഇത് ദാത്തിൽ നിലനിൽക്കുന്ന മഅനകളെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങളാണ്. ഡൗട്ട് ഉണ്ടോ? അപ്പോളേ നമ്മളിപ്പോ പറഞ്ഞ അവസാനം പറഞ്ഞ സിഫത്തുകള്, അത് മാനവിയായ സിഫത്ത് എന്നാണ് അതിനെ പറ്റി അറിയപ്പെടുക. എന്തുകൊണ്ടാണ് അതിനെ മാനവിയ സിഫത്ത് എന്ന് പറഞ്ഞത്? കാരണം ലാസിമത്തുല്ലിൽ മആനി വ താബിഅത്തുൽ ലഹാലി അന്ന മഅന സിഫാത്തിൽ മആനി ഹിയ കുല്ലു മഅനൻ കമാലി വുജൂദി ഖായിം ബിദാത്തിൻ മൗജൂദത്തിൻ യൂജിബു ലിഹാദിഹി ദാത്തി ഹുക്മൻ ഫസ്സിഫാത്തുൽ മഅനവിയ്യത്തു ഹിയ ലൈസത് അക്സറ മിൻ നതായിജി സിഫാത്തിൽ മആനി ഐ ഹിയൽ അഹ്കാമുല്ലതി തതറത്തബു അലാ സിഫാത്തിൽ മആനി. ആദ്യം പറഞ്ഞ സിഫത്തുകള് അതിന്റെ മേൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞ സിഫത്തുകള് എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അല്ലാഹു തആല ഖാദിറാണ് ബി ഖുദ്റ, ഖുദ്റത്ത് കൊണ്ട് ഖാദിറാണ്, മുരീദാണ് ഇറാദത്ത് കൊണ്ട്, സമീ ആണ് സമഅ് കൊണ്ട്, ബസീറാണ് ബസർ കൊണ്ട് എന്നതാണ് നമ്മുടെ വിശ്വാസം. ഇതിനെതിരെയുള്ള പല വിശ്വാസങ്ങളുണ്ട്, അതിലൊന്നും നമ്മൾ പോയിട്ട് പെട്ടുകൊണ്ട. ഇനിയാ പറയുന്നത് വജായിസുൻ ബിഫളിഹി വഅദ്ലിഹി തർക്കുൻ ലികുല്ലി മുംകിനിൻ കഫിഅലിഹി. എന്താ പറയുന്നത്? ഇവിടെ ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലേ, നമ്മള് ഇനായത്തുള്ള, ഹമീദ് നക്കോട്ടിൽ, ജൻഷീർ ഖാൻ, മുഹമ്മദ് ബഷീർ, സുബൈർ കൂവത്തൊട്ടി, അസ്ബിർ എ പി, നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് അല്ലേ? അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. നിങ്ങൾ ഇവിടെ ഇല്ലേ? വൺ വേ വയലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോള് നമ്മളൊക്കെ അള്ളാഹുവിന്റെ, ഓക്കെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. നമ്മളെ പടക്കൽ അള്ളാഹുവിന് എന്തേലും ആവശ്യം ഉണ്ടായിരുന്നോ? ഇൻ കേസ് അള്ളാഹു നമ്മെ പടച്ചിട്ടില്ല, ഇവിടെ എന്തേലും സംഭവിക്കാൻ പോവായിരുന്നോ? ഒന്നും സംഭവിക്കൂല. അള്ളാഹുവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, സൃഷ്ടികൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളിവിടെ ഒരു എന്താണ്, ഒരു അള്ളാഹു ഒരു നിർബന്ധമില്ല നമ്മൾ ഉണ്ടാവണമെന്ന്.
നമ്മൾ ഉണ്ടാവണമെന്നോ ഉണ്ടാവരുത് എന്നോ ഒരു നിർബന്ധം ഇല്ലാത്ത ഒരു വിഭാഗമാണ് നമ്മൾ. എന്നല്ല എല്ലാ സൃഷ്ടികളും. ഒരു സൃഷ്ടിയും ഇവിടെ ഉണ്ടാവൽ അനിവാര്യമൊന്നുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാ. അതാണ് പറയുന്നത്. വ ജായിസുൻ ബി ഫള്ളിഹി വ അദ്ലിഹി. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഫളിലും അവന്റെ നീതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജായിസാണ്, അനുവദനീയാണ്. തെർക്കുൻ ലികുല്ലി മുംകിനിൻ, എല്ലാ മുംകിനെയും ഒഴിവാക്കൽ അള്ളാഹുവിന് ജായിസാണ്. അപ്പൊ എന്നെ പടക്കാതിരിക്കാം, നിങ്ങളെ പടക്കാതിരിക്കാം, ആരെയും പടക്കാതിരിക്കാം. അതിലൊന്നും എന്തേ പിന്നെ ജംഷീർ അലിയെ നിങ്ങൾ പടച്ചില്ല എന്ന് പറഞ്ഞിട്ട് അള്ളഹാനോട് ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല. ഒരു സൃഷ്ടിയെയും എന്തുകൊണ്ട് പടച്ചില്ല എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാളും ചൊല്ലൂല. അള്ളാഹ്ക്ക് ജായിസാണ്, വേണേ പടക്കാം, വേണ്ടൽ പടക്കണ്ട, അത്രേ ഉള്ളൂ ഏത് സൃഷ്ടിയും അള്ളാഹുവിന്റെ അടുത്ത്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ നടന്നു പോയിരുന്നു സഹാബത്തിനോടൊപ്പം. അപ്പൊ ഒരു ചത്ത കഴുതയാണോ ആടാണോ ആ ഹദീസിലുള്ളതെന്നുള്ള എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ അതിങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നോക്കിക്കൊണ്ട് സഹാബത്ത് എന്താ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞത്, ഇതിന്റെ ഈ ചത്ത കഴുതയുടെ അത്ര പോലും അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിന് വിലയില്ല. അത്രയുള്ള അള്ളാഹുവിന് ദുനിയാവ് എന്ന് പറയുന്നത്. ഒരു നിർബന്ധമില്ല, നമ്മളൊന്നും പടക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. പടച്ചിട്ടു പരീക്ഷിക്കാൻ വേണ്ടി. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരെ പടച്ചിട്ടുണ്ട്. എന്തിനാ പടച്ച? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അല്ലാതെ നമ്മൾ അവനെ പടച്ചിട്ടില്ല എന്നാ പടച്ചവൻ പറഞ്ഞേ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം പടച്ചത്. ഇബാദത്തിന്റെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പ് മാത്രമല്ലല്ലോ ഇബാദത്ത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും എല്ലാം ഇബാദത്താണ്. അപ്പോഴേ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിന് എന്തും ചെയ്യാം, എന്തും ചെയ്യാതിരിക്കാം. അത് അള്ളാഹുവിന് ജായിസാണ്. തെർക്കുൻ ലികുല്ലി മുംകിനിൻ, ഉണ്ടാവൽ ജായിസായ മുംകിനായ കാര്യങ്ങൾ അതെന്തും അള്ളാഹുവിനിക്ക് ഒഴിവാക്കാൻ പറ്റും. കഫിയലി, അത് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ചെയ്യാനും പറ്റും, ചെയ്യാതിരിക്കാനും പറ്റും, എന്തും ചെയ്യാം. അതിലൊരാളും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരൂല എന്നതാണ് നമ്മളിപ്പോൾ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? കഴിഞ്ഞു. നമ്മളൊരു ഭാഗത്തു നിന്ന് ഏകദേശം ഇങ്ങനെ ഫിനിഷായി കഴിഞ്ഞു. ഇനി ഈ ബൈത്തിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അള്ളാഹുവിന്റെ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലാക്കേണ്ട അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഖദർ ഖലാന്റെ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലേ? ഖദർ ഖലാന്റെ വിശ്വാസം ഇമാൻ കാര്യത്തില് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഖദർ ഖലായിൽ വിശ്വസിക്കണം. എല്ലാം നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹുവിന് എന്തും ചെയ്യാം, എന്തും ചെയ്യാതിരിക്കാം. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹു ചെയ്യുന്നതിനെ പറ്റി ഒന്നിനെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടൂല. ലാ യുസ്അലു, അള്ളാഹുവിനോട് ചോദിക്കപ്പെടൂല. അമ്മാ യഫ്അൽ, എന്തുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ഈ നാട്ടുകാർക്ക് പിന്നെ വെള്ളപ്പൊക്കം കൊടുത്തു? നമ്മളൊന്നും ഒരു തെറ്റൊന്നും അങ്ങനെ ചെയ്യുന്ന പാവപ്പെട്ട ആൾക്കാരല്ലേ, ഡെയിലി വേജിന് ജീവിക്കുന്ന മനുഷ്യന്മാരല്ലേ. എന്നിട്ട് എന്തിനാണ് ഞങ്ങൾക്ക് പിന്നെ ഭൂകമ്പം തന്നത്, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ തന്നത്, നമ്മുടെ കുടുംബക്കാരെയൊക്കെ മരിപ്പിച്ചത്? എന്തിനാണ് എന്നെ മാത്രം ബാക്കിയാക്കിയത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും സംസാരങ്ങളെല്ലാം അത് ഈമാനിന് വിരുദ്ധമാണ്, നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ്. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖൈറും ഷെറും എല്ലാം ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തും ചെയ്യാം. ഒരു മത്തി വാങ്ങിക്കൊണ്ടുവന്ന വ്യക്തിക്ക് കുറച്ചെണ്ണം പൊരിക്കാം, കുറച്ചെണ്ണം വരട്ടാം. എന്തുകൊണ്ട് ഈ പൊരിച്ച മീനുകളെ നിങ്ങൾ വരട്ടിയില്ല, വരട്ടിയ മീനുകളെ നിങ്ങൾ പൊരിച്ചില്ല എന്ന് ഒരാൾക്കും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശമില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ, ഈവൻ പെണ്ണുങ്ങളാണ് ചുടുന്നതെങ്കിൽ ഭർത്താവിന് പോയിട്ട് എന്തുകൊണ്ട് നീ ഇതിനെ ചുട്ടു, ഇതിനെ പൊരിച്ചു എന്ന് ചോദിച്ചാൽ അപ്പൊ പോലും ഒരു മറുപടി കൊടുക്കാനുള്ള എന്താ പറയാ അവകാശം ഭർത്താവിന് പോലും ഇല്ല നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഭാര്യയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞതുപോലെ
അള്ളാഹുവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഉണ്ടാവല ഒരു അനിവാര്യം ഇല്ലാത്ത, നമ്മളൊക്കെ ആ ഒരു സ്ഥാനം മാത്രമാണ് നമുക്കുള്ളത്. അവിടെ അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാൾക്കും ഒരു അവകാശവും ഇല്ല. ഒരു അവകാശം വേണമെങ്കിൽ അള്ളാഹുവല്ലേ പടച്ചത്, നമുക്ക് ഉണ്മ തന്നത്, നമുക്ക് വേണ്ടി എല്ലാം തന്നത്, തന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. അവൻ ചെയ്യുന്നതിനെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്യാൻ അതിനൊരാൾക്ക് അധികാരമില്ല. അങ്ങനെയുള്ള അള്ളാഹുവാണ് എല്ലാ നമ്മൾ ബാഹ്യമായി കാണുന്ന നല്ല കാര്യങ്ങളും മോശമായ കാര്യങ്ങളും എല്ലാം അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ ആ വിശ്വാസത്തെ പറ്റിയിട്ടാണ് എന്ത് പറയുന്നത്, ഖദർ ഖലായിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇനി കൂടുതലായി അതിലേക്ക് പോകുന്നില്ല. അതുപോലെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചെയ്തികളൊക്കെ, മനുഷ്യന്റെ അല്ലെങ്കിൽ മറ്റു സൃഷ്ടിജാലങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. ഞാന് ഈ കൗണ്ടർ ഇവിടുന്ന് എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. പണ്ട് മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരെ വാദം ഇപ്പൊ ഈ എടുത്ത പ്രവർത്തനം ഞാനാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അള്ളാഹു അല്ല സൃഷ്ടിച്ചത്, അള്ളാഹ് കയ്യിൽ റോളൊന്നുമില്ല. അള്ളാഹ് എനിക്ക് കുറച്ച് മുന്നേ കുറച്ച് കുതിരത്തൊക്കെ തന്നിട്ടുണ്ട്, അതിങ്ങനെ ഞാൻ യൂസ് ചെയ്യാണ്. ഇത് അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസം ഇത് എടുക്കുന്ന ഓരോ 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 സെക്കൻഡിലും ഇതെടുക്കാനുള്ള കഴിവ്, പ്രാപ്തി എനിക്ക് ഒരു ലൈറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് പോലെ, ഏത് നിമിഷം നമ്മൾ ഓഫാക്കുന്നു അപ്പം കറണ്ട് നിൽക്കുന്നത് പോലെ, മനുഷ്യന്റെ ആയുസ് അങ്ങനെയല്ലേ, മരിക്കുന്ന സമയത്ത് പെട്ടെന്നല്ലേ ഒരു നിമിഷം എല്ലാം കയ്യിൽ നിന്ന് പോകുന്നത്. ആ നിമിഷം വരെ ലൈറ്റ് ഇട്ട് വെച്ചതാണല്ലോ. കുതിരത്ത് നമുക്ക് വേണ്ട കഴിവിങ്ങനെ തന്നുകൊണ്ടേയിരുന്നതാണ്, ഒരു ഫ്ലോ ആണത്. അത് നിലക്കുന്ന സമയത്താണ്, അത് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് അവസാനിക്കുന്നത്. എന്നതുപോലെ മനുഷ്യന് ഉദ്ദേശിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ച് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു തആല ഖുദ്റത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഒരു ക്ലബിൽ പോകണമെന്ന് ഉദ്ദേശിക്കാം, എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പടച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട്. ആ ഉദ്ദേശത്തിൽ പടച്ചവൻ വന്നിട്ട് കൈ കടത്തൂല, അത് എൻ്റെ ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തില് ഞാനങ്ങനെ ഉദ്ദേശിച്ചാട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകാനുള്ള ഉദ്ദേശിക്കുന്ന, കാലെടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ വെക്കാനുള്ള കഴിവ് അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വെക്കാനാവും. അത് തന്നിട്ടില്ല, ആ നിമിഷം ഞാൻ അവിടെ കുഴഞ്ഞു വീഴും. ഇതാണ് അവസ്ഥ. അല്ലാഹു തആല സൃഷ്ടികളുടെ എല്ലാ നല്ലതും ചീത്ത പ്രവർത്തനങ്ങളുടെ ഒക്കെ യഥാർത്ഥമായി പടക്കുന്നത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ഏതർത്ഥത്തിന്? സൃഷ്ടികൾ ഉദ്ദേശിക്കുന്നു, അള്ളാഹു അതിനുള്ള ശക്തി കൊടുക്കുന്നു എന്ന അർത്ഥത്തിനാണ് ആ പറയുന്നത്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും. ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. ഇതാണ് സത്യമതം, ഇതാണ് വിശ്വസിക്കേണ്ടത്, ഇതാണ് അള്ളാഹു, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്, ഇതാണ് ഇസ്ലാം. ഫമൻ ശാഅ ഫൽയുമിൻ, വേണ്ടവർക്ക് വിശ്വസിക്കാം. ഫമൻ ശാഅ ഫൽയക്ഫുർ, വേണ്ടാത്തവര് വിശ്വസിക്കാതെ ഇതിൽ നിന്ന് ധിക്കരിച്ച് നടന്നോട്ടെ. നമുക്ക് കാണേണ്ട സമയത്ത് ഫർത്തഖിബ്, നമുക്ക് കാണാം, വെയിറ്റ് ചെയ്. ഫർത്തഖിബ് ഇന്നഹും മുർത്തഖിബൂൻ, ഓലും വെയിറ്റ് ചെയ്യും, നമുക്ക് കാണാലോ എന്നാണ് പടച്ചോൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുന്നത് അതും അള്ളാഹു ആണ് എന്നാണ് നമ്മളിപ്പോ അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, അടുത്ത ബൈത്തിലേക്ക് പോകുന്നതിന് മുന്നേ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നമുക്കൊക്കെ അറിയാം അല്ലെ? അസ്മാഉൽ ഹുസ്ന നമ്മൾ ചെല്ലുന്നവരുണ്ടാവും. ദിവസം അസ്മാഉൽ ഹുസ്ന ചെല്ലുന്ന ആരാ ഉള്ളത്? ദിവസം അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവരാരാ? അൽഹംദുലില്ലാ. അപ്പോള് അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന്റെ ഇസ്മുകളാണ്. ഇതും കൂടി സാന്ദർഭികമായിട്ട് ജസ്റ്റ് ഓരോ ഇസ്മിന്റെയും അർത്ഥം പറഞ്ഞു പോവാം, എന്നിട്ട് അടുത്ത ബൈത്തിലേക്ക് കയറാം. അള്ളാഹു എന്നുള്ളത് അള്ളാഹിന്റെ ദാത്തിന്റെ പേരാണ്. വാജിബുൽ വുജൂദായ അള്ളാഹുവിനിക്കുള്ള എല്ലാ ഹംദിന്റെയും ഉടമയായ അള്ളാഹുവിനിക്കുള്ള പേരാണ് എന്ത്? അള്ളാഹു എന്ന് പറയുന്നത്. ലഫ്ദുൽ ജലാല, ഇസ്മുൽ ജലാല എന്നൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാം. അള്ളാഹുവിന്റെ പിന്നെയുള്ള സിഫാത്തുകൾ പെട്ടതാണ് അർ റഹ്മാൻ.
അസ്മാഉൽ ഹുസ്ന അതിൽപ്പെട്ടതാണ് രണ്ടാമത്തെ റഹ്മാൻ, വലിയ വലിയ നിഅമത്തുകൾ ചെയ്തു തരുന്നവർ. റഹീം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ അതിസൂക്ഷ്മമായ നിഅമത്തുകൾ ചെയ്തു തരുന്നവൻ. മലിക്, എല്ലാ വിഷയത്തിലും അധികാരമുള്ളവൻ. ലിമനിൽ മുൽക്കുൽ യൗമ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാ അധികാരികളും തോറ്റുപോകുന്ന അന്ത്യദിനത്തിൽ അന്ന് ആർക്കാണ് അന്ന് അവകാശങ്ങളും അധികാരം ഉണ്ടാവുക? അള്ളാഹ്ക്ക് മാത്രമാണ്. ഇപ്പോഴും അവനിക്ക് തന്നെയാ ഉള്ളത്. അവനിങ്ങനെ പിടിച്ചു വെക്കാണ്. ട്രംപ് പറയുന്ന സാധനങ്ങളൊക്കെ അള്ളാഹു താല ഓരോരുത്തർക്ക് ദുനിയാവിൽ ഇങ്ങനെ കൊടുക്കാണ്. പരീക്ഷണങ്ങളാണത്. അതിനനുസരിച്ച് ശിക്ഷ ഉണ്ടാവും. അൽ ഖുദ്ദൂസ്, ഖുദ്ദൂസ് എന്ന് പറഞ്ഞാല് എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഖുദ്ദൂസ് എന്ന് പറയുന്ന ഇസ്മിന്റെ പേരെന്താ, അർത്ഥം എന്താ? എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ടവൻ. മസ്ജിദുൽ അഖ്സ എന്ന് കേട്ടില്ല, ഖുദ്സ് എന്ന് കേട്ടില്ല നിങ്ങള്? പരിശുദ്ധത എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹു പരിശുദ്ധനാണ്. എന്തിൽ നിന്ന് പരിശുദ്ധനാണ്? എല്ലാ ന്യൂനതകളിൽ നിന്നും. സലാം അള്ളാഹുവിന്റെ പേരാണ്. സലാം എന്ന് പറഞ്ഞാല് സമാധാനം, സൃഷ്ടികൾക്ക് സമാധാനം കൊടുക്കുന്നവൻ. സലാം. അപ്പോ അള്ളാഹു ഒരാളുടെ മനസ്സിൽ കയറിയാൽ ഒരു മനുഷ്യനിക്ക് യഥാർത്ഥമായ സമാധാനം കിട്ടും. വിശുദ്ധ ദിക്റിനെ പറ്റി, അള്ളാഹുവിന്റെ ദിക്റിനെ പറ്റി പറഞ്ഞില്ലേ? എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാലാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക. അപ്പൊ അള്ളാഹു എന്നുള്ളത് എന്താണ്? പീസ്, സമാധാനമാണ്. അൽ മുഅ്മിനു, അള്ളാഹുവിന്റെ ഒരു പേരാണ് അൽ മുഅ്മിൻ എന്ന് പറയുന്നത്. അൽ മുഅ്മിനു ലി ഖൽഖിഹി മിനൽ അദാബ്. സൃഷ്ടികൾക്ക് ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. സൃഷ്ടികൾക്ക് ശിക്ഷയിൽ നിന്നും രക്ഷ നൽകുന്നവനാണ്. അടുത്തത് അൽ മുഹൈമിൻ, സർവാധികാരമുള്ളവൻ. സർവാധികാരമുള്ളവൻ, എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അൽ അസീസ്, അങ്ങേയറ്റം. ഗാലിബ്, അൽ ഗാലിബ് എന്നാണ് അർത്ഥം. എല്ലാത്തിന്റെയും എന്താ പറയാ, അൾട്ടിമേറ്റ് പവർ എന്നൊക്കെ പറയില്ല നമ്മള്, ഏറ്റവും വലിയ പവർ. അങ്ങനെ എല്ലാത്തിനെയും ജയിച്ചടക്കുന്നവൻ. അവന് മുകളിലേക്ക് ആർക്കും കയറാൻ കഴിയില്ല എന്നർത്ഥത്തിന്. അൽ ജബ്ബാർ, അവൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യം അവൻ നടപ്പാക്കുന്നവൻ. ജബ്ബാറാണ് അവൻ. അൽ മുതകബ്ബിർ, വലിയ ഔന്നിത്യത്തിനുടമയാണ്. അൽ ഖാലിഖ്, സൃഷ്ടികളെ പടക്കുന്നവൻ. അൽ ബാരി എന്ന് പറഞ്ഞാല് പിന്നെ അൽ ഖാലിഖ് എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളെ പടക്കുന്നവനും. അൽ ബാരി എന്ന് പറയുമ്പോൾ റൂഹുള്ള സൃഷ്ടികളെ പടക്കുന്നവൻ. അൽ മുസവ്വിർ, രൂപം നൽകുന്നവൻ. ഹുവല്ലദീ സവ്വറക്കും, നിങ്ങൾക്ക് രൂപം നൽകിയവൻ അവനാണ്. അൽ ഗഫാർ, ധാരാളം പുറത്തു കൊടുക്കുന്നവൻ. അൽ ഖഹാർ, എല്ലാ സൃഷ്ടികളെയും അടക്കി ഭരിക്കുന്നവൻ. അൽ വഹാബ്, ധാരാളം നിഅമത്തുകളുടെ ഉടമ. അർ റസാഖ്, സൃഷ്ടികൾക്ക് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. വാരിക്കോരി റിസ്ക് കൊടുക്കുന്നവൻ. അൽ ഫത്താഹ്, അല്ലദീ യഫ്തഹു ഖസാഇന റഹ്മതിഹി ലിഇബാദിഹി, അവന്റെ റഹ്മത്തിന്റെ വലിയ വലിയ നിധികൾ തുറന്നു കൊടുക്കുന്നവൻ. അതാണ് അല്ലാഹു ഫത്താഹ്. അൽ അലീം, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. അൽ ഖാബിൽ, മരിപ്പിക്കുന്നവനാണവൻ. റൂഹ്, ആത്മാക്കളെ പിടിക്കുന്നവനാണവൻ, മരിപ്പിക്കുന്നവനാണവൻ. അൽ ബാസിത്ത്, റിസ്കിനെ വിശാലമാക്കുന്നവനാണവൻ. അൽ ഖാഫിൽ, അൽ ഖാഫിൽ എന്ന് പറഞ്ഞാൽ അല്ലദീ യഖ്ഫളു മൻ ഹുവ മുസ്തഹിഖുൻ ലിൽ ഖഫ്ളി ബിൽ ഖിസി വദ്ദുല്ലി വൽ അദാബ്. താഴ്ത്തുന്നവനാണ് അല്ലാഹു. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഗ്രേഡ് അല്ലാഹു താത്തും. നിന്യത കൊടുത്തുകൊണ്ട് അല്ലാഹു തആല താഴ്ത്തും. അർ-റാഫിഅ്, ഉയർത്തുന്നവനും അവൻ തന്നെയാണ്. താഴ്ത്തുന്നവൻ അല്ലാഹുവാണ്. ചിലരെ അല്ലാഹു തആല ഉയർത്തും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, യർഫഇല്ലാഹു അല്ലദീന ഊതുൽ ഇൽമ യർഫഇല്ലാഹു അല്ലദീന ഊതുൽ ഇൽമ യർഫഇല്ലാഹു അല്ലദീന ആമനൂ വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വിശ്വസിക്കുകയും യഥാർത്ഥമായ ആത്മീയ വിജ്ഞാനം ലഭിക്കുകയും ചെയ്ത ആളുകൾ അല്ലാഹു തആല ഔന്നിത്യത്തിൽ നിന്ന് ഔന്നിത്യത്തിലേക്ക് ഉയർത്തും. വിശുദ്ധ ഖുർആൻ.
അങ്ങനെ ഉയർത്തുന്നവനാണ് അല്ലാഹു. അൽ മുഇസ്, ഇസ്സത്ത് കൊടുക്കുന്നവനാണ് അല്ലാഹു. വിജയം കൊടുക്കുന്നവനാണ് അല്ലാഹു. അൽ മുദിൽ അല്ലദി യുദില്ലു അഅദാഅഹു, അവന്റെ ശത്രുക്കളെ നിന്ദ്യരാക്കി മാറ്റുന്നവനാണ് അവൻ. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി എന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ ആ കഥ കേട്ടിന് നിങ്ങള്? പിന്നെ ഒരു മുനാഫിക്ക് ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. അദ്ദേഹം അബ്ദുല്ലാഹിബിൻ ഉബൈ എന്നാണ് പേര്, ഉബൈബിൻ സലൂൽ. മൂപ്പര് ഒരിക്കൽ പറഞ്ഞു, സ്വഹാബികൾക്കിടയിൽ ഇങ്ങനെ തർക്കം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട്, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ട്, അഅസ്സായ നമ്മള് അതല്ലുകളായ മുഹാജിറുകളെ പുറത്താക്കുന്നു. നിന്ദ്യരായ മുഹാജിറുകളെ അഅസ്സ ഇസ്സത്തുള്ളവരായ നമ്മൾ അൻസാരികളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയതാ. അപ്പാണ് അല്ലാഹു തആല ഖുർആൻ ആയത്തിറക്കിയത്, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി, അള്ളാഹുവിനിക്കും റസൂലിനുമാണ് ഇസ്സത്തുള്ളത്, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ ആയത്തിറക്കിയത്. അപ്പം ദില്ലത്തിലേക്കാക്കുന്നത്, ദില്ലത്ത് എന്ന് പറഞ്ഞാൽ നിന്ദ്യതയിലേക്ക് ആക്കുന്നവനും അള്ളാഹുവാണ് എന്നാണ് പറഞ്ഞത്. മുദില് എന്ന പദത്തിന്റെ അർത്ഥം. അസ്സമീഉ അല്ലദി ലാ യഗീബു അൻഹു മസ്മൂഉൻ വ ഇൻ ഖഫിയ. സമീഉ എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കാതെ പോവാത്തവൻ. അൽ ബസീർ, ഒന്നും കാണാതെ പോവാത്തവൻ. അൽ ഹകം, എല്ലാ വിഷയങ്ങളും വിധി തീർപ്പ് നടത്തുന്നവൻ. അവനൊരു കാര്യം വിധിച്ചാല് പിന്നെ അതിൽ മാറ്റി വിധിക്കേണ്ടതോ പിന്നെ മാറ്റി പറയേണ്ടതോ ഒരു മാറ്റം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കില്ല എന്നുള്ളതാണ് അൽ ഹകം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. അങ്ങനെ വിധിക്കുന്നവൻ. അൽ ആദിൽ, അങ്ങേയറ്റം നീതിമാൻ. അൽ ലത്തീഫ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു അനീതി കാണിക്കൂല സൃഷ്ടികളോട്. അവിടെയാണ് കഴിവ്. ഒരു മനുഷ്യന് മറ്റുള്ളവരെ എന്തും ചെയ്യാൻ കഴിയുന്ന അവസരത്തിൽ അവരോട് അനീതി കാണിക്കാതെ നിൽക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ നീതിയുടെ ഏറ്റവും പാരമ്യം. അതേ രൂപത്തിൽ സൃഷ്ടികളെ അവനാണ് എല്ലാവരും പടച്ചത്, എന്നിട്ടും അവർക്കിടയിൽ നീതിപൂർവം അല്ലാഹു തആല അവരോട് പെരുമാറുന്നു എന്നതാണ് അൽ അദിൽ, അങ്ങേയറ്റം നീതിമാൻ. അൽ ലത്തീഫ്, വളരെ മറഞ്ഞു നിൽക്കുന്ന ഖഫിയായി കിടക്കുന്ന കാര്യങ്ങൾ അറിയുന്നവൻ, അതാണ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ. അൽ ഖബീർ, എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളും പുറവും അറിയുന്നവൻ. അൽ ഹലീം അല്ലദി ലാ യസ്തഫിസുഹു ഗളബ്. അൽ ഹലീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സഹനശേഷിയുള്ളവൻ, സഹനമുള്ളവൻ. അലി റളിയല്ലാഹു അൻഹു ഒരിക്കല് തൻ്റെ ഒരു അടിമച്ചക്കൻ ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു, വിളി കേട്ടില്ല. 2 പ്രാവശ്യം വിളിച്ചു, കേട്ടില്ല. 3 പ്രാവശ്യം വിളിച്ചു, കേട്ടില്ല. ചെന്ന് നോക്കി. അപ്പൊ ചോദിച്ചു, എന്താ ഞാൻ ഇത്ര നേരം വിളിച്ചിട്ട് വരാതിരുന്നത്? മൂപ്പര് ഉറങ്ങാനായിരുന്നു, പക്ഷെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു. കേട്ടിട്ടും എണീച്ച് വരാൻ തോന്നിയില്ല. അപ്പൊ എന്താ എണീറ്റ് വരാത്തത് ചോദിച്ചപ്പോ ഞാൻ വിളിച്ച കേട്ടിയില്ല, എന്നിട്ട് എന്താ വരാതിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഗർറനി ഹിൽമുക്ക, നിങ്ങൾ ഭയങ്കര സഹനശേഷിയുള്ള ആളാന്ന് എനിക്കറിയാം, നിങ്ങളുടെ ഹിൽം എന്നെ വഞ്ചിച്ചതാണ്. സഹനം. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇബ്നു ഹാഷിം എന്ന് പറയുന്ന ഒരുത്തരുണ്ടായിരുന്നു, ഒരു പ്രശ്നക്കാരൻ. അദ്ദേഹത്തെ പിടികിട്ടാ പുള്ളിയാണ്. അങ്ങനെ പിടികിട്ടാ പുള്ളിയായ ഇബ്നു ഹാഷിം ഒരിക്കലും എന്ത് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് അപേക്ഷിച്ച സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തു. മൂപ്പരെ ഫ്രീ ആയിട്ട് വിട്ടയച്ച്. മൂപ്പർക്ക് ജാമ്യം കൊടുത്ത്. ജാമ്യം കൊടുത്തു പോയിട്ട് പിന്നെയും മൂപ്പര് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരാൾ കൊന്നില്ല, അങ്ങനെ ജാമ്യം കൊടുത്തു പോയ സമയത്ത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അയാളെ പിടികിട്ടാ പുള്ളി തന്നെ ആയി ശരിക്കും, വീണ്ടും പിടിക്കാൻ കഴിയാത്ത അവസ്ഥ. ആ സമയത്ത് ഒരു ബൈത്ത് പാടിയുണ്ട്. കാന മിന തൗഫീഖി ഖത്ലു ഇബ്നു ഹാഷിമി, ഇബ്നു ഹാഷിമിനെ പണ്ട് കൊല്ലാൻ കഴിയായിരുന്നല്ലോ, അന്ന് നിങ്ങൾ പറഞ്ഞ കേട്ടില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹിൽമാണത്, സഹനശേഷി. അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹിൽം എന്ന് പറയുന്നത് അതിനെല്ലാം അപ്പുറത്താണ്. ഇവിടെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിങ്ങനെ നടക്കുന്ന മനുഷ്യരുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സഹനം എന്ന് പറയുന്നത് അപാരമാണ്. അവന്റെ സഹനം എന്ന് പറയുന്ന ഒരു വിശേഷണം എങ്ങാനും ഇല്ലാതിരുന്നുവെങ്കിൽ
ഒരു അബദിനിക്കും ഒരു സൃഷ്ടിക്കും ഒരു ഇറക്ക് വെള്ളം അള്ളാഹു കൊടുക്കൂലായിരുന്നു. അവന് സഹനം എന്ന് പറയുന്ന വിശേഷണം എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനിക്കും ഒരു ഇറക്ക് വെള്ളം കുടിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അത് അള്ളാഹുവിന്റെ സഹനശേഷി കൊണ്ടാണ് കൊടുക്കുന്നത്. അൽ അലീം അങ്ങേയറ്റം ഔന്നിത്യവാൻ, അൽ ഗഫൂർ അങ്ങേയറ്റം പൊറുക്കുന്നവൻ, അഷക്കൂർ വളരെ കുറച്ച് അമൽ ചെയ്താൽ മതി ഒരുപാട് അതിന്റെ പ്രതിഫലം തരുന്നവൻ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഒന്ന് നോക്കി നിങ്ങൾ, അഷക്കൂർ വളരെ കുറച്ച് അമൽ ചെയ്താലും ധാരാളം പ്രതിഫലം നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. വയുർബി സദഖാത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞേ? വയുർബി യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. നിങ്ങൾ കുറച്ച് സദഖ കൊടുത്താൽ തന്നെ അത് വളരെ വലുതായിട്ട് അല്ലാഹു തആല നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം തരും. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു അളാഫൻ കസീറ. ആരെങ്കിലും അള്ളാഹുവിന് കുറച്ച് കടം കൊടുത്താൽ, കടം കൊടുക്കാറിന് എന്തെങ്കിലും കുറച്ച് ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ അതിനെ പഠിച്ചവൻ ഇങ്ങനെ ഡബിൾ മൾട്ടിപ്പിൾ ആക്കിയിട്ട് അതിന്റെ പ്രതിഫലം തരും. ജമാഅത്തിന് പോയ എത്രയാണ് സ്വന്തം നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം? എത്ര ഇരട്ടിയാ? 25 ഇരട്ടി എന്ന് ഒരു ഹദീസിലുണ്ട്, 27 ഇരട്ടി എന്ന് ഒരു ഹദീസിലുണ്ട്. അപ്പൊ അങ്ങനെ വർദ്ധിപ്പിച്ചു തരുന്നവനാണ് അള്ളാഹു തആല. അതിനെ പറ്റിയിട്ടാണ് കുറച്ച് അമൽ ചെയ്താൽ അതിന് കൂടുതൽ പ്രതിഫലം തരും. അപ്പൊ കൂടുതൽ അമൽ ചെയ്താലോ കൂടുതൽ പ്രതിഫലം തരും. അതാണ് ഷക്കൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആയിഷ ബീവിയോട് പറഞ്ഞില്ലേ, അവര് ചോദിച്ചപ്പോ, നബി എന്തിനാണ് അങ്ങ് ഒരു തെറ്റും ഇല്ലാത്തവരല്ലേ, അങ്ങ് തെറ്റുകളിൽ നിന്ന് പാപസുരക്ഷിതരല്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ ഈ രാത്രിയാമങ്ങളിലും ഇങ്ങനെ നീർക്കെട്ടിയ കാലുകൊണ്ട് ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്, അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ. അള്ളാഹു ഇങ്ങനെ ഈ തരുന്ന അനേകം അനുഗ്രഹങ്ങള്, അല്ല ഷക്കൂറാണ്, ഓക്കെ, ഞാനും ഷക്കൂർ ആവണ്ടേ, അവന്റെ ഷക്കൂറായ അടിമയാവണ്ടേ? അവൻ ചെയ്ത ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് ഞാൻ അങ്ങോട്ട് എന്തും കൊടുക്കണ്ടേ? ഞാൻ കൊടുത്ത എവിടെങ്കിലും എത്തണ്ടേ എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. നന്ദിയുള്ള അടിമാവണ്ടേ എന്ന് പറഞ്ഞാല്, എനിക്ക് ഒരാള് നമുക്ക് ഒരു 10,000 ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ മാസാമാസം നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടുതരാണ്. അപ്പൊ അയാൾക്ക് എങ്ങനെയാണ് നമ്മൾ ആ അനുഗ്രഹത്തിന് തിരിച്ചു ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ആവലാതി ഉണ്ടല്ലോ. സമാനമായ ആവലാതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിനോടുള്ളത്. ആ അവസ്ഥക്കാണ് ഷക്കൂർ എന്ന് പറയാം. അൽ അലി, അൽ അലി എന്ന് പറഞ്ഞാൽ അല്ലദീ ബലഗ അഅലൽ മറാത്തിബ്, ഒരു മനുഷ്യനിക്കും ചിന്തിച്ചെത്താൻ കഴിയാത്തത്രയും സമുന്നതനായവൻ. അൽ കബീർ അല്ലദീ ലാ തസ്തതിഉൽ ഹവാസു വലൽ ഉഖൂലു ഇദ്റാകഹു. കബീറാണ് അവൻ വലിയവനാണ് എന്ന് പറഞ്ഞാൽ അവനെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ചിന്തിച്ച് അങ്ങ് എത്താൻ കഴിയില്ല, അതിനപ്പുറത്താണ് അവൻ. അൽ ഹഫീദ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കിയിട്ട് സംരക്ഷിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നവൻ. അൽ മുഖീത്ത് ഖാലിഖുൽ ഗിദാഇ റൂഹി വൽ മാദി. മുഖീത്ത് എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള മനുഷ്യന്മാർക്ക് ഭക്ഷണം നൽകുന്നവൻ. മുഖീത്ത് കൂത്ത് നൽകുന്നവൻ, അതാണ് അള്ളാഹു എന്നാണ് പറഞ്ഞത്. അൽ ഹസീബ്, ഇതെന്തിനാ നമ്മളിങ്ങനെ അസ്മാഉൽ ഹുസ്ന ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പൊ അള്ളാഹുവിന് ഈ വിശേഷണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുക കൂടിയാണ് ഇതിനോടൊപ്പം ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ ഉലമാക്കെ പറഞ്ഞു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു തന്ന വലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഫദ്ഉ ബിഹ. ആ അസ്മാഉൽ ഹുസ്ന എടുത്തുകൊണ്ട് അത് പാരായണം ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം എന്നതാണ് ഖുർആന്റെ അധ്യാപനം. അപ്പൊ അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. 41ാമത്തെ അള്ളാഹുവിന്റെ ഇസ്മ അൽ ഹസീബ് അല്ലദീ യക്ഫി ഇബാദഹു. അവൻ മതി. ഫഹുവ ഹസ്ബുഹ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. മനുഷ്യനിക്ക് മതിയായവൻ. അൽ ഹസീബ് എന്ന് പറഞ്ഞാൽ മതിയായവൻ, അവന്റെ സൃഷ്ടികൾക്ക് മതിയായവൻ. അൽ ജലീൽ അല്ലദീ ലഹു സിഫാത്തുൽ ജലാലി ലി കമാലി സിഫാത്തി. ജലീൽ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ജലാലത്തിന്റെ ഭയങ്കരമായ ഔന്നിത്യത്തിന്റെ സിഫാത്തുകൾ ഉള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അൽ കരീം, ഒരു ചോദ്യം ഇല്ലാതെ തന്നെ ഇങ്ങനെ തരുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. കരീം എന്ന് പറഞ്ഞാല്, കരീമിന്റെ അർത്ഥം എന്താ ബഷീർക്ക? ചോദിക്കാതെ തന്നെ ഇങ്ങനെ തരുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളിപ്പോ ചോദിച്ചിട്ടാണ് നമുക്ക് ഓരോ നിമിഷമുള്ള ശ്വാസം തരുന്നത്, നമുക്ക് വേണ്ട നടക്കാനും ഇരിക്കാനും ചിരിക്കാനും എല്ലാത്തിനുള്ള ഊർജം തരുന്നത്? അല്ല.
അതാണ് അള്ളാഹു. കരീമാണ് അവൻ. അർ റഖീബ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നവൻ. അൽ മുജീബ്, ഉത്തരം ചെയ്യുന്നവൻ. അൽ വാസിഅ്, അങ്ങേയറ്റം വിശാലമായ അനുഗ്രഹത്തിന്റെ ഉടമ. അൽ ഹക്കീം, കൃത്യമായ ഹിക്മത്തുള്ളവൻ. എല്ലാ അമലുകളും അവൻ കൃത്യമായ ഹിക്മത്ത്. സൂര്യൻ, ചന്ദ്രൻ, ഓരോ നക്ഷത്രങ്ങൾ അതിന്റെ ഓരോ ഇതിൽ കുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ, ഭയങ്കര കൃത്യമായിട്ട് ഹിക്മത്തോടുകൂടെ പഠിച്ചവൻ. അൽ വദൂദ്, സൃഷ്ടികളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവൻ, സ്നേഹിക്കുന്നവൻ. അൽ മജീദ്, അൽ മജീദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രതാപി, പ്രതാപത്തിന്റെ പാരമ്യം എന്നൊക്കെ അർത്ഥം. അൽ ബാഇസ്, നബിമാരെ നിയോഗിക്കുന്നവൻ, അയക്കുന്നവൻ. അഷഹീദ്, എല്ലാ കാര്യങ്ങളും, സൃഷ്ടികളെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അൽ ഹഖ്, അസ്സാബിത് ലാ യതഗയ്യർ, ഒരു മാറ്റത്തിനും വിധേയമാകാത്ത, അത് സ്ഥിരപ്പെട്ടതായ സത്യം. അൽ വക്കീൽ, സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളും അത് അത് നടത്തിപ്പോകുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അൽ ഖായിമു ബി ഉമൂരി ഇബാദിഹി വസായിരി മാ യഹ്താജൂന ഇലൈഹി, മനുഷ്യന്മാർക്ക് വേണ്ടൊക്കെ ചെയ്തു കൊടുക്കുന്നവൻ. അൽ വക്കീൽ, അങ്ങനെയുള്ള നമ്മളൊരാളെ വക്കീലാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ സൃഷ്ടികൾക്ക് വേണ്ട എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നവൻ, അതാണ് വക്കീൽ എന്നത് അള്ളാഹിന്റെ ഇസ്മാണ്. അൽ കവി സാഹിബുൽ ഖുദ്റത്തി താമ്മ, കവി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ കഴിവിന്റെ, കുവ്വത്തിന്റെ ഉടമ, കവിയാണ് അവൻ. അൽ മതീൻ അല്ലദീ ബലഗൻ നിഹായത ഫി ശിദ്ദ, മതീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ശക്തിയുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അൽ വലി, ഏറ്റെടുക്കുന്നവൻ, സൃഷ്ടികളെ കാര്യം ഏറ്റെടുക്കുന്നവൻ. ലിഹുബ്ബിഹിലഹും, സൃഷ്ടികളോട് സ്നേഹമുള്ളതുകൊണ്ട്. അൽ വലി എന്ന് പറഞ്ഞാല് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വസാലിഹുൽ മുഅ്മിനീൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കുന്നവനാണ്. റസൂലു നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കുന്നതാണ് പറഞ്ഞത്. വസാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട നല്ല മഹാത്മാക്കൾ നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അഹ്ലുസുന്നന്റെ തെളിവാണ്. അൽ ഹമീദ്, അതിനാണ് നമ്മൾ ഔലിയാക്കന്മാരോട് ആവശ്യപ്പെടുന്നത്, അതിനാണ് നമ്മൾ നബിമാരോട് ഇസ്തിഗാസ ചെയ്യുന്നത്. അൽ ഹമീദ് അൽ മഹ്മൂദുൽ മുസ്തഹിഖു ലിസ്സന, ഹമീദ് എന്ന് പറഞ്ഞാൽ അപദാനങ്ങൾക്ക് അർഹൻ, ഹംദ് ചെയ്യാൻ അർഹതപ്പെട്ടവൻ. അൽ മുഹ്സി അല്ലദീ ലാ യഗീബു അൻ ഇൽമിഹി ഷൈ, എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവൻ. അൽ മുബ്ദി, പിന്നെ എല്ലാ കാര്യങ്ങളും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് വെളിവാക്കുന്നവൻ. അൽ മുഈദ്, എല്ലാ കാര്യങ്ങളെയും വീണ്ടും പടക്കുന്നവൻ. ആഖിറത്തിൽ അല്ലാഹു തആല എന്ത് ചെയ്യും? വീണ്ടും ഭൂമിയെ യൗമ തുബദ്ദലുൽ അർളി ഗൈറൽ അർള്, ഭൂമിയെ മറ്റൊരു ഭൂമിയെ അല്ലാഹു തആല പടക്കും, മാറ്റി സൃഷ്ടിക്കും. അങ്ങനെ മാറ്റം വരുത്തുന്നവൻ. മനുഷ്യനെയും വീണ്ടും പടക്കും, പുനർജന്മം, അതൊക്കെ സൃഷ്ടിക്കുന്നവനാണ്. അൽ മുഹി, എല്ലാ ജീവനുള്ള വസ്തുവിലും ഹയാത്തിനെ പടക്കുന്നവൻ അല്ലാഹു ആണ്. അൽ മുമീത്ത്, എല്ലാ വസ്തുവിൽ നിന്നും, ജീവനുള്ള വസ്തുവിൽ നിന്ന് ഹയാത്തിനെ എടുത്തു കളയുന്നവനും അല്ലാഹുവാണ്. മുമീത്ത്, മയ്യത്താക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അൽ ഹൈ, ഒരിക്കലും നിലക്കാത്ത, തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഹയാത്തിന്റെ ഉടമ, ജീവിതത്തിന്റെ ഉടമ. അൽ ഹൈ. അൽ ഖയ്യൂം അൽ ഖായിമു ബിനഫ്സിഹി, സ്വയം നിലനിൽക്കുന്നവനാണ് അവൻ, ഒരു കാര്യത്തെയും അവലംബിച്ചുകൊണ്ടല്ല അവന്റെ നിലനിൽപ്പ്. അൽ വാജിദ്, എല്ലാ കാര്യങ്ങളെയും അവൻ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കുന്നവൻ എന്നർത്ഥം. അൽ മാജിദ്, മാജിദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രതാപമുള്ളവൻ. അൽ വാഹിദ് അൽ മുതഫദ്ദിദു ദാത്തൻ വസിഫാത്ത് വഅഫ്ആൽ, വാഹിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ വിശദീകരിച്ചത്, അള്ളാഹിന്റെ വിശേഷണം. ദാത്തിലും സിഫാത്തിലും പ്രവർത്തനങ്ങളിലും അവൻ ഒരുവനാണ്. അവനെപ്പോലെ ദാത്തിലോ അവന്റെ വിശേഷണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അല്ല ചെയ്യുന്നത് പോലെ ചെയ്യുന്നവനോ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വിശേഷണം അതുപോലെയുള്ളവനോ ആയിട്ട്, അള്ളാഹുവിന്റെ ദാത്ത് പോലെയുള്ള ഒരു ദാത്തുള്ളവനായിട്ട് പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അതാണ് അൽ വാഹിദ്, ഒരുവനാണവൻ. അസ്സമദ്, അസ്സമദ് എന്ന് പറഞ്ഞാല് മറ്റുള്ള എല്ലാ സൃഷ്ടികളും ആവശ്യമാകുന്നവൻ, ഒന്നിലേക്ക് ആവശ്യമാകുന്നു, ആ ആവശ്യമാകുന്നതിനെ പറ്റിയാണ് സമദ് എന്ന് പറയുന്നത്. അള്ളാഹു സമദ്, എല്ലാ സൃഷ്ടികളും അള്ളാഹുലേക്ക് ആവശ്യമാകുന്നവനാണ്. അള്ളാഹുവിനാണ് എല്ലാവരും അവസാനമായി അവലംബിക്കാനുള്ളത്. അൽ ഖാദിർ, എല്ലാത്തിനും കഴിവുള്ളവൻ, കുദ്റത്തുള്ളവൻ. അൽ മുൻഫരിദ്, എന്തും എങ്ങനെയും സൃഷ്ടിക്കാനൊക്കെ കഴിയുന്നവൻ. അൽ മുഖ്തദിർ, എല്ലാത്തിനും കഴിയും, ഒന്നും അവനിക്ക് തടസ്സമല്ല. അൽ മുഖദ്ദിം,
ചില കാര്യങ്ങൾ ആദ്യം കൊണ്ടുവരും അവൻ, കുറച്ച് പിന്നെ വൈകിപ്പിക്കും. ചിലത് അങ്ങനെ ഉണ്ടാകും, കുറച്ചു കാലം ഓല ജയിപ്പിക്കും, കുറച്ചു കാലം ഇവരെ ജയിപ്പിക്കും. അതാണ് അൽ മുഖദ്ദിം അൽ മുഅഖിർ. കുറച്ചു കാലം ഇവരെ പിന്തിക്കും, അവരെ ജയിപ്പിക്കും, ഇവരെ പരാജയപ്പെടുത്തും. അങ്ങനെ മുന്തിക്കാനും പിന്തിക്കാനൊക്കെ കഴിവുള്ളവൻ. അൽ അവൽ തുടക്കമില്ലാതെ പണ്ടേയുള്ളവൻ, അൽ ആഖിർ അന്ത്യമില്ലാത്തവൻ, അല്ലാഹിർ പിന്നെ എന്താണ് അല്ലാഹിർ എന്ന് പറഞ്ഞാല് അവന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവൻ ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹിർ എന്ന് പറഞ്ഞാൽ അവനുണ്ട് എന്ന് നമ്മളെ അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ അവൻ ബോധ്യപ്പെടുത്തിയവൻ, വെളിവാക്കിയവൻ. അൽ ബാത്തിൻ, അതേ സമയത്ത് അവൻ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അവൻ ബാത്തിനാണ്, ഒരു നിഗൂഢമായ രഹസ്യമാണ്. അൽ വാലി അല്ലദീ തവല്ലൽ അഷ്യാ വമിൽകഹ വമലികഹ, എല്ലാ വസ്തുക്കളെയും പിന്നെ എന്താ പറയാ ഉടമസ്ഥനാക്കുന്നവൻ, ഉടമസ്ഥതയുള്ളവൻ, എല്ലാറ്റിനെയും ഉടമ. അൽ മുതആലി എല്ലാ ന്യൂനതകളിൽ നിന്നും മുനസ്സഹായവൻ, പരിശുദ്ധനായവൻ. അൽ ബർ ധാരാളമായി ഉപകാരം ചെയ്യുന്നവൻ. അത്തവാബ് ധാരാളമായി തൗബ സ്വീകരിക്കുന്നവൻ. അൽ മുൻതഖിം നല്ലവണ്ണം ശിക്ഷിക്കുന്നവൻ, ശിക്ഷ അർഹനായവർക്ക് ശിക്ഷ കൊടുക്കുന്നവൻ. അൽ അഫു അഫു അർഹമായവർക്ക് അവൻ നല്ലോണം തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് പുറത്തു കൊടുക്കുന്നവൻ. അതാണ് അഫുവിന്റെ അർത്ഥം. അർ റഊഫ് വല്ലാത്ത റഅഫത്തുള്ളവൻ, കൃപയുള്ളവൻ. മാലിക്കുൽ മുൽക്ക് എല്ലാ അധികാരങ്ങളും ഉടയവൻ. ദുൽ ജലാലി വൽ ഇക്റാം അങ്ങേയറ്റത്തെ ഷറഫും കമാലും ഉടയവൻ. അൽ മുഖ്സിത്ത് നീതിപൂർവം പ്രവർത്തിക്കുന്നവൻ, ആക്രമിക്കപ്പെട്ടവരോട് നീതിപൂർവം അവർക്കുള്ളത്. എന്താ വെച്ചാല് ഇവിടുന്ന് ഒരാൾ ഞാൻ വേറൊരുത്തനെ അടിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊല്ലപ്പെട്ടവനോടുള്ള നീതി, ആക്രമിക്കപ്പെട്ടവനോട് നീതി കാണിക്കും അവൻ. പാരത്രിക ലോകത്തായിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അൽ ജാമി അല്ലദീ യജ്മഉ ശതാത ഹഖായിഖി അൽ മുഖ്തലിഫ, എല്ലാ വ്യത്യസ്തമായ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്ന ഹഖായിഖുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്നവൻ. അതുപോലെ മറ്റൊരർത്ഥം അന്ത്യദിനത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവൻ. അൽ ഗനി അങ്ങേയറ്റം ഐശ്വര്യമുള്ളവൻ, ഒരാളോടത്തും ആവശ്യമില്ലാത്തവൻ. അൽ മുഗ്നി മറ്റുള്ളവരെ ഐശ്വര്യപ്പെടുത്തുന്നവൻ അവനാണ്. അൽമാനി ചിലർക്ക് ചില കാര്യങ്ങൾ, അൽമാനി അല്ലദീ യംനഉ അസ്ബാബ് അൽ ഹലാക്ക്, മാനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹലാക്കിന്റെ അസ്ബാബുകളെ തടയുന്നവൻ. ഞാനിപ്പോൾ ഒരു ആക്സിഡന്റ് അടിച്ചിട്ട് മരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തെ അതിനെ തടയുന്നു അല്ലാഹു തആല. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ടല്ലോ, നമ്മൾ എന്താ പറയാ ഭയങ്കര സേവിങ് അള്ളാഹുവിന്റെ. ആ മൻഅ ചെയ്യുക, ചില ആപത്തുകളെ തടഞ്ഞു നിർത്തുക. അല്ലാർ എന്ന് പറഞ്ഞാല് അക്രമികൾക്ക്, ശത്രുക്കൾക്ക്, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവനിക്ക് നല്ലോണം ശിക്ഷ കൊടുക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ 91 ഇസ്മുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഇതും കൂടി ബാക്കി കൂടി പൂർത്തിയാക്കല്ലേ? ഒരെട്ടെണ്ണം കൂടെ ഉള്ളൂ. വൈകി ആർക്കെങ്കിലും? എന്നാ ഇത് തീർക്കാം. അല്ലാർ എന്ന് പറഞ്ഞതാണ്. ഭയങ്കര ആവേശം കയറിയിട്ടാണല്ലോ. അതാരാ പറഞ്ഞേ? ആരാ 2 മണിക്കൂർ ഇരിക്കുന്ന പറഞ്ഞ ആളാരാ? അല്ല വർക്കത്തിയാട്ടെ. എന്ന് നോക്കി. അല്ലാർ എന്ന് പറഞ്ഞാല് അല്ലസി യൻസിലു ഇഖാബുഹു ബിഅദാഇഹി, ശത്രുക്കൾക്ക്, അവന്റെ ശത്രുക്കൾക്ക്, അവനോട് ധിക്കരിച്ച് നടക്കുന്നവനിക്ക് അവന്റെ ശിക്ഷ ഇറങ്ങുന്നവൻ, ഇറക്കി കൊടുക്കുന്നവൻ. അന്നാഫിഅ അള്ളാഹുവിന്റെ അടിമകൾക്ക് അങ്ങേയറ്റം നഫ്അ് ഉപകാരം ചെയ്തു കൊടുക്കുന്നവൻ. അന്നൂർ നൂർ എന്ന് പറഞ്ഞ പ്രകാശം. അല്ലാഹിറു ബിനഫ്സിഹി വൽ മുദ്ഹിറു ലിഗൈരിഹി, സ്വയം പ്രകടമാകുന്നവനും മറ്റുള്ളവർക്ക് പ്രകടമാക്കി കൊടുക്കുന്നവനും. സ്വയം അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, ആകാശവും ഭൂമിയൊക്കെ പടച്ചുണ്ടാക്കി പ്രകാശപൂരിതമാക്കിയവൻ എന്നൊരർത്ഥം ഉണ്ട് അതിന്. അള്ളാഹു പ്രകാശമാണ്. എന്താണ് ആ പ്രകാശം? നമ്മൾ കാണുന്ന പോലത്തെ ലൈറ്റ് ആണോ? അല്ലാഹു അഅലം. അൽ ഹാദി അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അൽ ഹാദി അല്ലദീ ഹദാ വ അർഷദ കുല്ല ശൈഇൻ ഇലാ മാ യഹ്ഫദു വജൂദുഹു, സൃഷ്ടികൾക്ക് സന്മാർഗത്തിലേക്ക് വഴിതെളിക്കുന്നവൻ, സന്മാർഗം കൊടുക്കുന്നവൻ. ഫഹദല്ലാഹുല്ലദീന ആമനു, ഫഹദല്ലാഹുല്ലദീന എന്ന് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഹിദായത്ത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഹിദായത്ത് നമ്മൾ എല്ലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നേ, ഒരു മനുഷ്യൻ എല്ലാ ദിവസവും എത്ര പ്രാവശ്യം ഹിദായത്തിന് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട്?
മുഅ്മിനായ മനുഷ്യൻ എത്ര ദിവസം എല്ലാ പ്രാവശ്യവും അള്ളാഹുവിനോട് ഇബാദത്ത് ഹിദായത്തിന് ചോദിക്കുന്നുണ്ട്? ചുരുങ്ങിയത് നോക്കട്ടെ. നല്ല അക്കോർഡൻസ് ഒക്കെ ഉണ്ടാവില്ലേ നമ്മളെ ഇതില്? കാൽക്കുലേറ്റ് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. ആഹാ, അതെന്തുകൊണ്ടാ 17 തവണ എന്ന് പറഞ്ഞു കൊടുക്കി? വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം. ആ, ഒരു ദിവസം എത്ര റക്കാത്ത ഫർദ് നിസ്കാരമുള്ള? എത്ര റക്കാത്താ? അതെ അതെ, 5 വക്താവുമ്പോ 4 4 8 4 12, 12 3 15, 15 2 17. അതാണ്. അപ്പൊ അതാണ് ഹിദായത്തിനെ ചോദിച്ചോണ്ടിരിക്കണം. നമുക്കിപ്പോ ഹിദായത്ത് ഇല്ലേ, പിന്നെ ഇതിനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നേ? ഏയ്, നമ്മളൊക്കെ വിശ്വസിച്ചില്ലേ? നമ്മളൊക്കെ സത്യവിശ്വാസികളല്ലേ? നമുക്കെന്തോ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇതിന് നമ്മളിങ്ങനെ ഹിദായത്തിനെ ചോദിച്ചോണ്ട് അത് കിട്ടിയില്ലേ? എനിക്കിങ്ങനെ ഒരു 1,00,000 ഉറുപ്പ്യ ഉണ്ട്, ആവശ്യമുണ്ട്, ഞാൻ ചോദിച്ചു, അത് കിട്ടി. പിന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക? ആവശ്യമുള്ള കിട്ടിയില്ലേ? ഉം അതെ, ഹിദായത്തിനെ നിലനിർത്തി തരാൻ വേണ്ടിയിട്ടാണ് ആ ചോദിക്കുന്നത്. ഹിദിന എന്ന് പറഞ്ഞാല് ആ ഹിദായത്തിനെ നിലനിർത്തി തരണേ എന്നാണ് നമ്മൾ ഹിദായത്തുള്ളവര് ചോദിച്ചാൽ അതിന്റെ അർത്ഥം. ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരണേ, ഹിദായത്ത് നിലനിർത്തി തരണേ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മൾ തീർക്കുകയാണ്. അൽ ബദീ അല്ലദീ ലാ നദീറ ലഹു, സമാനനായിട്ട് മറ്റൊരുത്തനുമില്ല. ആരോ മൈക്ക് മ്യൂട്ടല്ലല്ലോ. അൽ ബദീ അല്ലദീ ലാ നദീറ ലഹു, അവന് തതുല്യനായ ഒരുത്തനുമില്ല. അൽ ബാഖി, എന്നെന്നും നിലനിൽക്കുന്നവൻ. അൽ വാരിസ്, അൽ ബാഖി ബഅദ ഫനാഇൽ മൗജൂദാത്ത്. അൽ വാരിസ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം ശ്രദ്ധിച്ചോളി. എല്ലാ സൃഷ്ടികളും കുല്ലുമൻ അലൈഹ ഫാൻ. പിന്നെന്താ അടുത്ത ആയത്ത് എന്താ? കുല്ലുമൻ അലൈഹ ഫാൻ ഇല്ല വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാ സൃഷ്ടികളും നശിക്കുന്നതാണ്. കുല്ലുമൻ അലൈഹ ഫാൻ. പിന്നെ എല്ലാം നശിക്കാത്തത് ആരേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. അൽ വാരിസ് എന്ന് പറഞ്ഞാൽ സർവ്വ സൃഷ്ടികളും നശിച്ചതിന് ശേഷം ബാക്കിയാവുന്നവൻ, അത് അള്ളാഹു മാത്രമാണ്. അതാണ് അൽ വാരിസ് എന്ന പദത്തിന്റെ അർത്ഥം. അർ റഷീദ് അൽ മുർഷിദ് ലി ഇബാദിഹി, സൃഷ്ടികൾക്ക് വഴികാട്ടുന്നവൻ എന്നർത്ഥം. അസ്സബൂർ, 99ാമത്തെ പേര് കേട്ടോളി. അസ്സബൂർ, നല്ലോണം ക്ഷമിക്കുന്നവൻ. നിസ്കരിക്കാതെ നടക്കുന്നവനും കള്ളു പിടിച്ച് നടക്കുന്നവനും അള്ളാഹിനെ ധിക്കരിച്ച് നടക്കുന്നവനൊക്കെ ഈ നിമിഷം തന്നെ അദാബ് കൊടുക്കൂല, വെയിറ്റ് ചെയ്യും, ക്ഷമിക്കും അവൻ. അതാണ് സബൂർ എന്ന പദത്തിന്റെ അർത്ഥം. ഇതൊക്കെയാണ് 99 അസ്മാഉൽ ഹുസ്ന. ഇത് പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാവിന് നല്ല അസറുണ്ടാകും. അത് 8 ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ക്ലാസ് കഴിഞ്ഞ് അർജന്റ് ഉണ്ടായിരിക്കും, പോവാം. ഇത് ഒറ്റൊരു മിനിറ്റ് കൊണ്ട് തീർക്കാൻ ഉദ്ദേശിച്ച സംഭവമാണ്. നമ്മുടെ ഉസ്താദന്മാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് ഒരുത്തരോട് ഒരു വലിയൊരു സംഖ്യ ആവശ്യപ്പെട്ടു, സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോള് അത്രയും വലിയൊരു സംഖ്യ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ചിന്തിക്കുന്ന സംഖ്യകൾക്കൊക്കെ മുകളിലാണ്. നിങ്ങളൊന്ന് പറയ്, ഏതെങ്കിലും ഒരാൾ പറയും ഒരു വലിയ സംഖ്യ നോക്കട്ടെ. 10 ലക്ഷം എന്നല്ല, അതിൻ്റെയൊക്കെ ഒരുപാട് മേലെയാണ്. അപ്പൊ അത്രയും വലിയ സംഖ്യ ചോദിച്ചു സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് ആവശ്യമുള്ളതാണ്. അപ്പൊ അത് ചോദിച്ച സമയത്ത് പിന്നെ ആരും മിണ്ടിയില്ല. കുറെ മുതലാളിമാരുണ്ട്. ഇപ്പൊ നമ്മൾ ഉസ്താദ് നമ്മളോട് ഉദ്ധരിച്ച കഥയാണ്. എന്ത് ചെയ്തിട്ടില്ല, ആരും മിണ്ടിയില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നാ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം, എല്ലാവരും ക്ഷീണത്തിലായിരിക്കും എന്ന് പറഞ്ഞു പിരിഞ്ഞുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഉസ്താദിനോട് ഒരുത്തർ വന്നിട്ട് നല്ല സ്വകാര്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പൈസ മൊത്തം ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത മീറ്റിങ്ങിന് ഇരിക്കുമ്പോഴേക്ക് ക്യാഷ് റെഡിയായി. അത് ഉസ്താദിന്റെ നാവിന്റെ പവറാണ്. അത് അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവരുടെ നാവിന്റെ പവറാണ്. അവരുടെ ഒരു വാക്കും വെറുതെ ആവൂല എന്നാണ്. അവരുടെ നാവിന് അസറുണ്ടാകും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കേൾക്കാതിരിക്കാൻ ബാക്കിയുള്ളവർക്ക് കഴിയില്ല. അയാൾ ഹക്ക് പറഞ്ഞാൽ
അയാൾ ദീന് പറഞ്ഞാൽ. ആ നാവ് ഉണ്ടാവണമെങ്കിൽ അസ്മാഉൽ ഹുസ്ന ഡെയിലി ചൊല്ലണം എന്നാണ്. ഈ ഒരാശയാണ് ഞങ്ങൾക്ക് മുന്നിൽ ഇടാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു തആല അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദ്വാരക്കുന്നതിൽ നമ്മളെ പെടുത്തി തരട്ടെ. നമ്മളിപ്പോ ഓരോ ഇസ്മും പറഞ്ഞിട്ടുണ്ടല്ലേ, എല്ലാ ഇസ്മും നമ്മളിപ്പോ ഉദ്ധരിച്ചില്ലേ? അല്ലാഹു തആല ഈ ഇസ്മുകളുടെയൊക്കെ ഹക്ക് ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിൽപ്പെട്ട നല്ല സിഫത്തുകളൊക്കെ അല്ലാഹു തആല നമുക്കും തരട്ടെ. നല്ല ക്ഷമയും ഹിൽമും സമാധാനവും മറ്റുള്ളവർക്ക് സ്നേഹവും അനുകമ്പയും പിന്നെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് പിരിച്ചുവിടാം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.